CITU അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ ആഹ്വാനമനുസരിച്ചാണ് ഇന്ന് രാജ്യവ്യാപകമായി ഇന്ത്യയിലെ തൊഴിലാളി വർഗം ഈ ചെങ്കൊടിയേന്തി ഇവിടെ കേന്ദ്ര ഗവൺമെന്റും ഹരിയാന ഗവൺമെന്റും UP ഗവൺമെന്റും സ്വീകരിക്കുന്ന ഈ തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരായി പ്രതിഷേധമുയർത്താൻ നിർബന്ധിതമായത്. ആ പ്രതിഷേധം കേന്ദ്ര ഗവൺമെന്റ് ജനവിരുദ്ധ നടപടികളോടൊപ്പം ചേർന്ന് തൊഴിലാളികൾക്കെതിരായി സ്വീകരിച്ച സമീപനത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളും, ഇത് CITUവിന്റെ മാത്രം പ്രശ്നമല്ല, ഇന്ത്യയിലെ എല്ലാ വിഭാഗം തൊഴിലാളികളും നേരിടുന്ന പ്രശ്നമാണ്. എല്ലാ തൊഴിലാളി സംഘടനകളും ഇതിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തണം. ഇവിടെ നടപ്പിലാക്കുന്ന ഈ സമീപനത്തോട് മിനിമം കൂലി നിഷേധിക്കുന്ന, മിനിമം കൂലിക്ക് ചോദിച്ചാൽ തൊഴിലാളികളെ ആക്രമിച്ച് തകർക്കുന്ന ഈ നിലപാടിനോട് BMSന് യോജിക്കാൻ കഴിയുമോ? കേന്ദ്ര ഗവൺമെന്റുമായി ഒത്തുചേർന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ നിലപാടുകൾക്കും പിന്തുണ നൽകുന്ന BMSന് ഈ തൊഴിലാളി വിരുദ്ധ സമീപനത്തോട് യോജിക്കാൻ കഴിയുമോ? INTUCക്ക് യോജിപ്പുണ്ടോ? STUവിന് യോജിപ്പുണ്ടോ? മറ്റേതെങ്കിലും തൊഴിലാളി പ്രസ്ഥാനത്തിന് യോജിപ്പുണ്ടോ? കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരായി രാജ്യവ്യാപകമായി തൊഴിലാളി പ്രതിഷേധമുണ്ടായി. അവർ അഖിലേന്ത്യാ പണിമുടക്കിലേക്ക് വന്നു. BMS ഒഴിച്ചുള്ള എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളും പണിമുടക്കി. കേരളത്തിൽ ഒരു പ്രത്യേകത നാം കണ്ടു. കേരളത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വം ഈ യോജിച്ച് അണിനിരക്കുന്ന തൊഴിലാളികളെ ഭിന്നിപ്പിക്കാൻ ഭിന്നിപ്പിച്ചു. കേരളത്തിൽ യോജിച്ച സമരം വേണ്ട എന്നാണ് അവരുടെ നിലപാട്. യോജിച്ച സമരത്തിൽ നിന്ന് INTUC മാറി നിൽക്കണം, യോജിച്ച സമരത്തിൽ നിന്ന് STU മാറി നിൽക്കണമെന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വവും നിർദ്ദേശിച്ചു. തൊഴിലാളികൾ യോജിച്ചു നിന്നാൽ പോലും ഈ ആക്രമത്തിൽ നിന്ന് തൊഴിലാളി വർഗത്തെ രക്ഷിക്കാനാവില്ല. എല്ലാ തൊഴിലാളികളും യോജിക്കണം, എല്ലാ ജനങ്ങളുടെയും പിന്തുണയുണ്ടാവണം. അങ്ങനെ പിന്തുണ ലഭിച്ചെങ്കിൽ മാത്രമേ ഈ ആപത്തിൽ നിന്ന് തൊഴിലാളികളെ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് INTUCയിലെ തൊഴിലാളികൾക്കുണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. STUവിലെ തൊഴിലാളികൾക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. BMSലെ തൊഴിലാളികൾ മാറി ചിന്തിക്കുക തന്നെ വേണം. തൊഴിലാളി വർഗത്തിന് അനുകൂലമായ നിലപാട് അവർ സ്വീകരിക്കുമെങ്കിൽ, അവരുടെ തന്നെ സംരക്ഷണത്തിന് അവർ അണിനിരക്കുമെങ്കിൽ ഈ യോജിച്ച മുന്നേറ്റത്തിൽ തൊഴിലാളികൾ ഒന്നിച്ചു നിൽക്കണം. അല്ലാതെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല. രാജ്യവ്യാപകമായി മുതലാളിമാരുടെയും ഭരണകൂടത്തിന്റെയും ആക്രമണം തൊഴിലാളികൾക്കെതിരായി ഉയർന്നു വരുമ്പോൾ അതിനെ നേരിടാതെ എങ്ങനെ തൊഴിലാളിക്ക് മുന്നോട്ട് പോകാൻ കഴിയും? കേരളത്തിൽ ഇതിന്റെ ഭീകര സ്വഭാവം നമുക്ക് അനുഭവിക്കാൻ കഴിയാത്തത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. കേരളത്തിൽ മറിച്ചുള്ള സാഹചര്യമാണ് വരുന്നതെങ്കിൽ കേരളത്തിലെ തൊഴിലാളികൾ നേരിടേണ്ടി വരുന്ന സ്ഥിതി ഊഹിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് എല്ലാ വിഭാഗം തൊഴിലാളികളും ഒന്നിച്ചു നിന്ന് തൊഴിലാളികൾക്കെതിരായി രൂപപ്പെട്ടു വരുന്ന ഈ ക്രൂരമായ നടപടികൾക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണം. അതിന് നാന്ദി കുറിച്ചുകൊണ്ടാണ് ഇന്ന് രാജ്യവ്യാപകമായി CITUവിന്റെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ളത്.